ദുരന്തബാധിതരിൽ നിന്ന് പിടിച്ച പണം തിരിച്ചു നൽകി കേരള ഗ്രാമീൺ ബാങ്ക്. വാർത്താക്കുറിപ്പിലാണ് ബാങ്ക് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. സുർജിത്ത്, ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റയിലെ റീജിയണൽ ഓഫീസിൽ യുവജന സംഘടനകളുടെ പ്രതിഷേധം കനക്കുമ്പോഴാണ് നടപടി തിരുത്തിക്കൊണ്ടുള്ള ബാങ്കിന്റെ വിശദീകരണ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ല. ഇവിടെ ചർച്ച തുടരുകയാണ്. ഇതിനിടയിലാണ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. 3 പേരുടെ ഈ അഫക്റ്റഡ് ഏരിയയിലെ 3 പേരുടെ വായ്പാ തുക തിരിച്ച് നൽകി, അതായത് EMI ആയി പിടിച്ച തുക തിരിച്ചു നൽകി എന്ന് പറഞ്ഞ ഒരു വാർത്താക്കുറിപ്പ് കേരള ഗ്രാമീൺ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഗ്രാമീൺ ബാങ്ക് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം ഇപ്രകാരമാണ്. അതായത് 3 പേർ, റൈഹാനത്ത്, റീന, മിനിമോൾ എന്നിങ്ങനെ 3 പേരുടെ വായ്പാ തുകയാണ് പുറത്തിറക്കിയതായി, പിൻവലിച്ചതായി, വായ്പാ തുക പിടിച്ചെടുത്ത തുക തിരിച്ചു നൽകിയതായി പറയുന്നത് ഈ തരത്തിലാണ്. എന്തായാലും യുവജന സംഘടനകൾ ഇതിനകത്ത് ചർച്ച തുടരുകയാണ്. അതായത് പ്രതിഷേധവും തുടരുന്ന ഒരു നിലയാണുള്ളത്. എന്തായാലും അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ചർച്ച തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ഈ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ പേർ ഇവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. അവരുടെ വായ്പാ തുക കൂടി തിരിച്ചു നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. റീജിയണൽ മാനേജർ അടക്കം ഇവിടെയുണ്ട്. സമരം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് യുവജന സംഘടനകൾ നിലപാടായി പങ്കുവയ്ക്കുന്നത്. ഗോപി, സമരം പിൻവലിച്ചിട്ടില്ല എന്നാണ് സുർജിത്ത് നൽകുന്ന വിവരം. അതേസമയം തന്നെ ദുരന്തബാധിതരിൽ നിന്ന് പിടിച്ച പണം ഗ്രാമീൺ ബാങ്ക് തിരിച്ചു നൽകിയെന്ന് വാർത്താക്കുറിപ്പിൽ ബാങ്ക് അറിയിക്കുന്നുണ്ട്. 3 പേരുടെ EMI തുകയാണ് തിരികെ നൽകിയതായി ബാങ്ക് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 3 പേർ മാത്രമല്ല, കൂടുതൽ പേരുടെ തുക പിടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. മാത്രമല്ല, ഇപ്പോഴും റീജിയണൽ ഓഫീസിൽ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരരംഗത്ത് നിന്ന് പിൻവാങ്ങില്ല എന്നാണ് യുവജന സംഘടനകൾ അറിയിച്ചതായി സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്ന് നൽകുന്ന വിവരം.